ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുറച്ച് ബൊഗെയിൻവില്ല നല്ലൊക്കെ പൂത്ത് തുലഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാതൊന്നും പൂത്തിട്ടില്ല, എങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ പൂത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്ലവർ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നട്ടിൽ ഫുള്ളും ഫ്ലവർ വിരിഞ്ഞിട്ടൊന്നുമില്ല, എങ്കിലും മുക്കാലും വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിരിഞ്ഞതൊക്കെ ഒന്നും കാണിച്ചു തരാം എന്ന് കരുതി. ഇത് വയലറ്റ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വിരിയുന്നത്. അങ്ങനെ പൂക്കളൊക്കെ ഏകദേശമൊക്കെ നല്ല വേനൽ, ഇവിടെ ഇപ്പം മഴയൊക്കെ പറ്റ നിന്ന് പോയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വിരിഞ്ഞ് തുടങ്ങണമുണ്ട് കേട്ടോ പൂക്കളുകളും കാര്യങ്ങളൊക്കെ. നമ്മൾ നട്ട് വെച്ചിൽ എല്ലാതൊന്നും പൂക്കൾ വിരിഞ്ഞിട്ടില്ല കേട്ടോ. ഇതൊന്നും പൂക്കൾ വിരിയാത്തതാണ്. പൂക്കൾ വിരിയാത്തൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു സൈഡിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. നല്ല പൂക്കൾ വിരിഞ്ഞതുണ്ട്. ഇത് യെല്ലോ കളർ വൈറ്റ് കളർ ആയതാണ് കേട്ടോ. ഒരു കളർ പോയിക്കൊണ്ടേ കുറച്ച് നല്ല ഫ്ലവറിങ് എടുക്കും. നമ്മൾ ഒരു വെറൈറ്റിയാണ്, അത് ഫ്ലവർ വിരിഞ്ഞിട്ടില്ല. അങ്ങനെ രണ്ട് മൂന്നാലെണ്ണം നല്ല കേട്ടോ. അത്യാവശ്യം ഫ്ലവർ വിരിയാത്തം കുറേ ഉണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ. കുറേ ഫ്ലവർ വിരിഞ്ഞതുണ്ട്. ഇപ്പോൾ നമ്മൾ വിരിയാത്തതെല്ലാം ഒരു സൈഡിലേക്കും വെച്ചിങ്ങനെ, വിരിഞ്ഞതൊക്കെ വേറൊരു സൈഡിലേക്കുമാണ്. ഇതിലൊക്കെ പല ചണ്ടിയും ചെറുക്കുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീനും ആക്കേണ്ടതിൻ്റെ ഇടയിൽ കൂടി അതുണ്ടില്ലേ, കുറേ പുല്ലും കാടൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ പറിക്കണം. ചിലത് പറിക്കണം വിചാരിച്ചൊന്നും പിന്നെ ലാസ്റ്റൊക്കെ ഒന്നും പറിച്ചില്ല. കുറേയൊക്കെ നമ്മൾ നന്നാക്കി എടുത്തു. പിന്നെ മടിയായിട്ടാണ്, കാരണം കുറേ ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. നമ്മളിങ്ങനെ നല്ല വളമും കാര്യമൊക്കെ ചെയ്യുമ്പോൾ അതിലുള്ള കുറേയൊക്കെ ചണ്ടിയും ചെറുക്കൊക്കെ, ഇതാണ് നമ്മളെ സ്വർണ്ണ പേപ്പറിലുള്ളത് എന്ന് പറഞ്ഞത്. സ്വർണത്തിൻ്റെ കവറിൽ ഉണ്ടാവുന്ന ഒരു കടലാസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഫ്ലവറാണിത്. ചെറിയ ഡിഫറൻ്റ് ഉള്ളൂ ഇതും അതുമായിട്ടുള്ളത്. പക്ഷേ നമുക്ക് നേരിൽ കണ്ട വേഗം മനസ്സിലാകണം. അല്ലാതെ വീഡിയോയിൽ എൻ്റെയൊക്കെ ഫോണിൻ്റെ ക്ലാരിറ്റി കൊണ്ട് എല്ലാം ഒരേ കളറായിട്ടാണ് തോന്നുന്നത്. ഇതിനൊരു ഓറഞ്ചും അടുത്ത പ്രാവശ്യം ആകുമ്പോൾ നമുക്ക് എല്ലാം മാറ്റി നടണം കേട്ടോ. എല്ലാത്തിലും ഒരു ചട്ടിയിൽ ഒന്നൊക്കെ ആക്കിയെങ്കിലും വെക്കണം എന്നുള്ള പ്ലാനിങ് ഉണ്ട്. നടക്കുമോ എന്താണെന്നൊന്നും അറിയില്ല. എല്ലാ കളറും പിങ്കും കൂടി ഒന്നായിട്ട് മിക്സ് ആയത് ഇവിടെ തന്നെ കേട്ടോ. എന്താണ് ആ കളർ രണ്ടും കൂടിയിട്ട് ചെറിയൊരു നല്ല വെയിൽ വരുന്നതുകൊണ്ട് എല്ലാം ഒരുപോലെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ ക്യാമറയുടെ ക്വാളിറ്റി കൊണ്ടാണ് അത്രയും നല്ല അടിപൊളിയായിട്ട് ഒരേപോലെ തോന്നുന്നത്. ഇത് നമ്മളെ ഫ്ലവറിൻ്റെ തുഞ്ചത്തെ ഫ്ലവർ വിരിയണതാണ്, ബൊഗെയിൻവില്ലാണ്. അങ്ങനെ ഏകദേശമൊക്കെ നമ്മുടെ ബൊഗെയിൻവില്ല ഫ്ലവർ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഇടയിലൊക്കെ ചെറുതായിട്ട് വളവും കാര്യമൊക്കെ, ഇത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ പുതിയത് വിരിഞ്ഞതാണ്. അപ്പോൾ ഇത് ഏകദേശം 3 തൈകളായിട്ടുണ്ട് ഈ കളറിൻ്റെ തന്നെ. പിന്നെ എല്ലാതും നമ്മളെ കയ്യിൽ അത്യാവശ്യം തോനെ തൈകളായിട്ട് വരുന്നുണ്ട്. നമ്മൾ പുതിയ വെറൈറ്റികളൊന്നുമല്ല, നമ്മളുള്ള കയ്യിലുള്ളതിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിപ്പിച്ചതല്ലേ ഇതിനാ കഴിഞ്ഞ മഴക്കാലത്ത്. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് നല്ല ഫ്ലവർ വരുന്നുണ്ട്. ഇതൊരു വെറൈറ്റിയാണ്, ഫസ്റ്റ് ടൈമാണ് കേട്ടോ. നമ്മളെ വയലറ്റിൽ പെട്ടൊരു സിമ്പിളായിട്ടുള്ള ഇതാണ്. വയലറ്റ് അല്ലേനും പിങ്ക് അല്ലേനും എന്ന് പറഞ്ഞ പോലത്തെ ഇതിനൊക്കെ അത്യാവശ്യം ഞാൻ പെടുത്ത് നമ്മൾ ബൊഗെയിൻവില്ല നമ്മളെ കയ്യിലില്ലാത്തൊരു വെറൈറ്റിക്ക് ഇങ്ങനെ റേറ്റ് ചോദിച്ചതാണ്. വെറുതെ റേറ്റ് ചോദിച്ചാണ്. ചെറിയൊരു ബോട്ടിലിന് 500 രൂപ പറഞ്ഞു. എന്നാൽ തൽക്കാലം ഇപ്പോൾ നമ്മളടുത്തുള്ളതിനെ അഡ്ജസ്റ്റ് വിചാരിച്ചാണ്. വല്ല തടി തപ്പി നമ്മൾ ചെറിയ വേറൊരു ചെടി വാങ്ങിയിട്ട്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെടി വാങ്ങിയത് അതിട്ടാണ്. നമ്മളൊരു അടീനിയത്തിൻ്റെ കുഞ്ഞ് തൈ വാങ്ങിയതാണ്. നമുക്കൊരു ഗിഫ്റ്റായിട്ട് നമ്മൾ ചോദിച്ച് വാങ്ങിയതാണ് കേട്ടത്. നമുക്ക് ഗിഫ്റ്റായിട്ട് വേറെ ഒന്നും വേണ്ട, ഒരു അടീനിയ മതി. ബൊഗെയിൻവില്ല വാങ്ങാമെന്ന് കരുതിയത്. അപ്പോൾ അത് ഭയങ്കര റേറ്റ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇതിൽ വാങ്ങാമെന്ന് കരുതി ചെറിയൊരു അടീനിയം വാങ്ങിയതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഫ്ലവർ ഇങ്ങനെ ഇതാണ് മൂന്നാമത്തെ ആ സ്വർണ്ണ പേപ്പറിന്. ഇതിനൊന്നും കളർ ഒന്നും കൂടി നല്ല ഡാർക്കായിട്ടുള്ള കളറാണ്. അതാണ് ഒരു വ്യത്യാസം. അല്ലാതെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിതിനെ പൂക്കളിടാൻ വെച്ചിട്ടൊരു വളമൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ. അല്ലാതെ തന്നെ ഇതിലൊക്കെ നിറച്ച് പുല്ലും കാടൊക്കെ ഉണ്ട്. എങ്കിലും അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം എന്ന് വിചാരിച്ച് വീഡിയോ എടുക്കുമ്പോൾ പിന്നെ അതിനും കൂടി ഒരു ചാൻസ് കിട്ടണില്ല. ഫ്ലവറിങ് നമ്മളെ കയ്യിൽ അത്യാവശ്യം ഇതൊരു വേറെ വെറൈറ്റിയാണ്. ഒരു ഇളം കളറായിട്ടുള്ളതാണ്, ഒരു ലൈറ്റായിട്ടുള്ള കളറാണ്, പിങ്കാണ്, ലൈറ്റ് പിങ്ക്. ഇത് കടും പിങ്ക്, അതിനാടി ഡാർക്ക് ലൈറ്റായിട്ട് ഒരു ഫ്ലവറേ വിരിഞ്ഞിട്ടുള്ളൂ. നമ്മളെ കയ്യിൽ കുറേ അഗ്ലോണിമ ഐറ്റംസൊക്കെ ഉണ്ടായിട്ടാ. അപ്പോൾ ഏകദേശമൊക്കെ കരിഞ്ഞ് നസി കുശിയായിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് വലിയ മെയിൻ്റില്ല. കാരണം ഇവിടെ നല്ല വെയിലുള്ള ഒരു ഏരിയയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രാവശ്യം നട്ട് വെച്ചതാണ്. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ പുല്ലായൊക്കെ ഒന്ന് ക്ലീനിങ് ആക്കാനും ഉണ്ട്. എല്ലാം കൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വീഡിയോ എടുത്തുന്നുള്ളൂ. ഇതൊരു ഓറഞ്ച് കളറാണ്. ഓറഞ്ച് അത് പിങ്കായി, പിങ്കിഞ്ഞതൊരു യെല്ലോ ഷെയ്ഡായിട്ട് വരും കേട്ടോ.
വൈറ്റ് നമ്മളെ കയ്യിൽ ഫസ്റ്റ് ടൈം 2 കളറേ ഉള്ളായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം 3 4 2 കളറല്ല 2 ഐറ്റം തൈകളേ ഉള്ളായിരുന്നു. ഒന്ന് വള്ളിയായി പോണതും ഒന്ന് സാധാ ഒരു കമ്പായിട്ട് പോണതുമാണ്. അത് രണ്ടിലും കുറേ ഒരു 3 4 തൈ വൈറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഓറഞ്ചിലാണ്. ഇതാണ് നമ്മളെ ഇതിൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ചെടി. അത്യാവശ്യം നല്ല ഫ്ലവറിങ് വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇവിടെ ഉള്ളതിലൊക്കെ നല്ല ക്ലീനിങ് ആക്കാനുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് ടൈമില്ല. നമ്മൾ വീഡിയോ എടുക്കലും ക്ലീനിങ് കൂടെ ആകുമ്പോൾ കുറേ ടൈം ഇങ്ങനെ വെറുതെ വേസ്റ്റ് ആയി പോകുന്നു. എല്ലാത്തിലും ഏകദേശം ഒരു 10 ഒരു 8% ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട്. ഇത് വൈറ്റാണ്, ഇതൊക്കെ വൈറ്റാണ്. ഇതൊക്കെ പ്രാവശ്യത്തെ ഫ്ലവറിങ് വിരിയാണ്. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മളൊരു കോർണർ ഫുള്ള് ബൊഗൈൻവില്ല ആക്കിയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ബൊഗൈൻവില്ല അങ്ങനെ പെട്ടെന്നൊന്നും കാണില്ല. ഈ വൈറ്റ് ഇട്ടാ സോറി, കാരണം ചുമരിൻ്റെ വൈറ്റും വൈറ്റ് വാഷും വൈറ്റും എല്ലാം കൂടി ആയിട്ട് എങ്ങനെ ഉണ്ട്, നല്ല ഇത് വയലറ്റാണ് തോന്നുന്നത്. അങ്ങനെ കുറേ ഇനിവിടെ ഫ്ലവർ വിരിയാത്തതുകൊണ്ട് ഒരു ഫ്രണ്ട് ഭാഗം തന്നെ നല്ലൊരു വൈബായിട്ട് തോന്നിട്ടോ. കാരണം ഒരു എല്ലാ കളറും കൂടി ആ സൈഡ് കൊണ്ട് ഇവിടെയൊക്കെ ആയിട്ട് തന്നെ നമ്മളൊരു വരുന്ന 2 ഭാഗത്ത് തന്നെയാണ് ഇതൊക്കെ സെറ്റാക്കുന്നത്. വൈറ്റ് അങ്ങനെ ഇങ്ങനെയും കാണുന്നില്ല. ഇങ്ങനെ നോക്കുമ്പോൾ മാത്രമേ വൈറ്റ് കാണുള്ളൂ. അടിയിലുള്ള വൈറ്റ് നല്ല കാണുന്നുണ്ട് കേട്ടോ. നല്ല എല്ലാം കൂടി ആകുമ്പോൾ ഒരു കളർഫുള്ളായിട്ട് തന്നെ തോന്നും കേട്ടോ. നമ്മൾ ക്യാഷ് കൊടുത്തൊന്നും ബൊഗൈൻവില്ല വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ചുറ്റുപാടും നമ്മളൊന്ന് കണ്ണോടിച്ചാൽ മതി. ഓരോ മതിലിൻ്റെ സൈഡിലും കാണാം എല്ലാ ഐറ്റംസും. ഓരോ വരിയിലും ഓരോന്നെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഓരോന്നിൻ്റെ കമ്പും ഓരോ മഴക്കാലത്താണ് കേട്ടോ. ഇപ്പം നട്ടിട്ട് കാര്യമില്ല. ഇപ്പം മെയിൻ്റെനൻസ് ചിലവ് കുറച്ച് കൂടുതലാണ്. അത് വെച്ചിട്ട് നമ്മൾ നട്ട് വെക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ മിക്കതും നട്ട് വെച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ഓരോ ചുറ്റുപാടുള്ള ഈ ഓരോന്നിൻ്റെ കമ്പുകളും കൊള്ളികളും പ്രാവശ്യം മഴക്കാലത്താണ് നമ്മൾ ഒന്നാമത് അതിമേലേക്ക് നല്ലാണ്ട് ഫുള്ളായിട്ട് അതിമേലേക്കാണ് മാറിയത്. കാരണം അതിൻ്റെ കട്ടിങ്സൊക്കെ, കാരണം ഇതിൻ്റെയൊക്കെ ഓരോ തൈകൾ വാങ്ങുകയെന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും നട്ട് വെക്കണ കമ്പുകളാണിത്. നമ്മൾ ICU എന്ന് പറയും. കാരണം ചെടികളായിട്ട് മുളപ്പിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആക്കണം. ഒറ്റൊന്നും നമ്മൾ ക്യാഷ് കൊടുത്ത് ഇതിലൊന്നും വാങ്ങിയത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഒരു അടീനെ വാങ്ങിയത്. കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.